കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിശ്ചയവുമായ സ്വാഗതം. ഒത്തിരി ആൾക്കാർ വിളിച്ചുകൊണ്ടുണ്ട്. എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്. ഈ കടബാധ്യതകൾ ഇരണം എന്ന് പറഞ്ഞാൽ കടമെന്നാണ്. തന്നെ ഇഷ്ടം പോലെ വാങ്ങിയിട്ടുണ്ട്. അത് എത്ര വീണ്ടും 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 കടത്തിലേക്ക് വരികയാണെന്നാണ് പറയപ്പെടുന്നത്. അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ 2ാം ഭാവവും 9ാം ഭാവവും എങ്ങനെയാണെന്ന് രണ്ട് കവടി വെച്ച് നോക്കി 2, 9, 11 ഭാവം എങ്ങനെയാണ്, അതിലെന്തെങ്കിലും ദുരിതമുണ്ടോ, അതിലെന്തെങ്കിലും ഗതിസ്ഥാനത്തിന് തടസ്സമുണ്ടോ, ഗുളികത്വം വല്ലതും ഉണ്ടോ, ഇതെല്ലാം നമ്മൾ പേരും നാളും ഒക്കെ വെച്ച് കവടി വെച്ച് നോക്കി അതിന് തത്തുല്യമായിട്ടുള്ള പരിഹാരം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. ഞാനിതൊക്കെ പൊതു പരിഹാരങ്ങൾ പറയുന്നത് പൊതുവായിട്ടാണ്. ഒരാൾക്ക് ഒരു പരിഹാരമാണെങ്കിൽ മറ്റൊരാൾക്ക് വേറൊരു പരിഹാരമായിരിക്കും, അടുത്ത ആൾക്ക് വേറൊരു പരിഹാരമായിരിക്കും, മറ്റൊരാൾക്ക് മറ്റൊരു പരിഹാരമായിരിക്കും. അപ്പം അങ്ങനെ കവടി വെച്ച് നോക്കി അവിടെ നിന്ന് വന്നിരിക്കുന്ന ആളുടെ വിഷയം ചെറിയൊരു പുഷ്പാഞ്ജലിയുടെ വിഷയമേ ഉള്ളായിരിക്കാം. അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ഋണമോചന മന്ത്രം എന്ന് പറഞ്ഞ മന്ത്രമുണ്ട്. ഋണമോചനം തന്നെയല്ല, കടബാധ്യതകൾക്ക് ഒരുപാട് മന്ത്രങ്ങൾ വേറെയുണ്ട്. ആ മന്ത്രം ഉരുക്കഴിച്ച് ഒരു 10,000 രൂപയെങ്കിലും ഉരുക്കഴിച്ച് ഹോമം നടത്തണം. ഈ ഹോമത്തിന് പറഞ്ഞാൽ ഭയങ്കരമായ ശക്തിയുള്ളൊരു സാധനമാണ് ഹോമം എന്ന് പറഞ്ഞാൽ. ഹോമം വെട്ടിത്തീർപ്പ കുരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു എഫക്റ്റ്, അല്ലെങ്കിൽ ഒരു 19 ദിവസത്തിനുള്ളിൽ അകത്തുള്ള ഒരു എഫക്റ്റ് ഉണ്ടാകാനുള്ള ഏറ്റവും വലിയൊരു സാധ്യതയാണ് ഹോമം. ഹോമം നടത്തി കഴിഞ്ഞാൽ ഗണപതി ഹോമം, ഒരുപാട് ഹോമങ്ങളുണ്ട്. സുദർശനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അഘോര ഹോമം, ശൂലിനി ഹോമം, വാർത്താളി ഹോമം, പ്രത്യങ്കരി ഹോമം, ത്രിപുരബാല ഹോമം, ത്രിപുര സുന്ദരി ഹോമം, അങ്ങനെ ഹോമങ്ങൾ ഒരുപാട്. അത് ആർക്കൊക്കെ എന്തൊക്കെ ചേരുമെന്ന് നോക്കണം. ശൈവമാണോ, ശാക്തേയമാണോ, വൈഷ്ണവമാണെന്നോ ചേരുമെന്ന് നോക്കിയതിന് ശേഷം അതിനുള്ള ഹോമം നടത്തി സംവാദങ്ങളൊക്കെ സ്പർശിച്ച്. എന്നും കടമാണെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചില ആൾക്കാർ വന്നിട്ട് പറയും, എനിക്ക് ഇത്രയും കടമുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു. കടമുണ്ട് എന്ന് പറഞ്ഞിട്ട് തൂങ്ങിച്ചെത്തിട്ടോ മരിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അതിനെ തരണം ചെയ്തു പോകണം. അതാണ് മനുഷ്യർ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടണം. ഒരാളോട് മേടിച്ചിട്ട് മരിച്ചാൽ മതിയാ? 10, 25 ലക്ഷം രൂപ മേടിച്ചിട്ട് മരിച്ചാൽ മതി. ബ്ലേഡ് ചെയ്താണ്, ശരിയാണ്. ഒരു 10, 30,000, 50,000 രൂപ എടുത്തിട്ട് അങ്ങനെ ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വിരിക്കുവാണെങ്കിൽ അതൊരു ദോഷസംബന്ധമായിട്ടുള്ള വിഷയമാണ്. അത് കൊടുക്കാതിരിക്കാം, സംശയമില്ലാത്ത കാര്യമാണ്. കൊടുക്കേണ്ട കാര്യവും ഇല്ല. പലിശ കൊടുക്കേണ്ട കാര്യമില്ല. മാന്യമായ രീതിയിൽ കൊടുക്കാം. നമുക്ക് തന്നു, സഹായിച്ചു, അതൊക്കെ ശരിയാണ്. മുതലിൻ്റെ 50 ഇരട്ടി പലിശയൊക്കെ ആരും കൊടുക്കും? ഇന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇന്നും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇങ്ങനെ മേടിക്കുന്ന. എത്രയോ ആൾക്കാരുണ്ട്. എത്രയോ ആൾക്കാർ ഇവിടെ ഒന്ന് പറയാറുണ്ട്, 50 ഞാൻ എടുത്തിട്ടുള്ളൂ, ഇപ്പം 5 ലക്ഷമായി, വീട്ടിൽ ഇരിക്കപ്പുറത്തില്ല, വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നു, അവിടെ ഭീഷണിപ്പെടുത്തുന്നു, ഇവിടെ ഭീഷണിപ്പെടുത്തുന്നു, എന്തൊക്കെ. അതാണ് ഋണമോചനം. കടത്തിലിറങ്ങിപ്പോയോ പിന്നെയും വാങ്ങിക്കൊണ്ടേയിരിക്കും. അതിന് ആദ്യം മാക്സിമം ശ്രമിക്കാതിരിക്കുക, കടമുണ്ടാകാതിരിക്കാൻ. 2, അങ്ങനെയൊക്കെ ഈശ്വരനൊരു പാതയിൽ ജീവിതമാണ്. ഇതൊക്കെ ഉണ്ടാകാം. നമുക്ക് ദുർഘടങ്ങളായിട്ടുള്ള പാതയിലൂടെ ഒക്കെ സഞ്ചരിക്കുക. ആരും സുഖകരമായിട്ടുള്ള പാതയിൽ സഞ്ചരിക്കുന്നില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും ദുർഘടങ്ങളും കടബാധ്യതകളും ജീവിത പ്രശ്നങ്ങളും ദാമ്പത്യബന്ധ കലഹങ്ങളും തൊഴിൽ തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവാം. അതിനാണ് ഈശ്വരന് ക്ഷേത്രങ്ങൾ, ഹോമാദികൾ ഒക്കെ ആചാര്യന്മാർ വിധിച്ചിരിക്കുന്നത്. അതൊക്കെ ചെയ്ത് കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണിക്കൊള്ളാനുള്ളത് പിരികത്ത് കൊണ്ടുപോകും. എല്ലാം ഒന്നും ഒരു ജോത്സ്യം എന്നെ കൊണ്ട് എല്ലാം ഒന്നും മാറ്റി കൊടുക്കാൻ പറ്റില്ല. ഒരാടെ 100% മൊത്തം മാറ്റാൻ പറ്റുമോ?
നമ്മൾ എന്തെങ്കിലും രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരും വിട്ടുകൊടുക്കുക, പിന്നെ പിടിച്ചു കയറേണ്ടി അവരവരുടെ കഴിവാണ്. അല്ല ജോത്സ്യൻ ഇന്ന് ചെയ്തുകൊണ്ട് വീട്ടിൽ ചുമ്മാ ഇരുന്നാൽ മതി എല്ലാം ഇങ്ങനെ ആകുമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അവരവരോട് ഈശ്വരനെ വിളിക്കുകയും ശ്രമിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഋണമോചന ഹോമം, ധനത്തിനു വേണ്ടി ഋണമോചന ഹോമം. അതുപോലെ തന്നെ സൗന്ദര്യലഹരിയിൽ കുറച്ച് ഭാഗങ്ങളുണ്ട്. 23-ാം ഭാഗം, അതുപോലെ രാമായണത്തിലെ സുന്ദരകാന്ഡത്തിൽ തന്നെ 1 മുതൽ 68-ാം പിന്നെ ശ്ലോകം ഏറ്റവും നല്ലതാണ് ഋണമോചനത്തിന്. വായിക്കണേ, വായിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാതെ നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പ്രവൃത്തിയാണ്, കർമ്മമാണ്. ഭഗവാൻ പറഞ്ഞ പോലെ കർമ്മമാണ് ചെയ്യേണ്ടത്. പഠിക്കാതെ ജയിക്കാൻ പറ്റുമോ? വിദ്യാരാജഗോപാല യന്ത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ ജയിക്കാൻ പറ്റുമോ? ഉമാമഹേശ്വരി യന്ത്രം ഉണ്ടെന്ന് പറഞ്ഞ് വിവാഹം നടക്കുമോ? സ്വയംവരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കുമോ? അപ്പോൾ അതിലൂടെ മനുഷ്യരുടെ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ SLCയുടെ പുസ്തകമുണ്ട്, എല്ലാ പുസ്തകവും പുതിയ പുസ്തകങ്ങളാണ്, നല്ല പുസ്തകങ്ങളാണ്, വീട്ടിലിരിക്കുകയെന്ന് പറഞ്ഞിട്ട് SLC ജയിക്കും. പക്ഷെ അത് തുറന്നു നോക്കി പഠിച്ചെങ്കിലേ ഉള്ളൂ, ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഋണമോചന ഹോമമൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കടങ്ങളും ബാധ്യതകളും ഒക്കെ നിങ്ങളുടെ മാറി കിട്ടും. സംശയമില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ എളിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മൾ വീണ്ടും കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിശ്ചയവുമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.